തൃശൂരിലെ കോൾപ്പാടങ്ങളിലെ വിളവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നെല്ലിന്റെ ഭാരക്കുറവ് കർഷകർക്ക് വെല്ലുവിളിയാകുന്നു. മുൻവർഷങ്ങളിൽ തൂക്കത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും കർഷകർക്ക് കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ഈ വർഷം വലിയ നഷ്ടമുണ്ടാക്കി. അതും കൂടാതെ കൊടുത്ത നെല്ലിന്റെ പണം സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്നും കർഷകർ പരാതിപ്പെടുന്നു. സപ്ലൈകോ മുഖാന്തരം നെല്ല് കൊടുത്താൽ കർഷകർക്ക് ലഭിക്കുന്ന പാഡി റെസീറ്റ് ഷീറ്റ് അഥവാ PRS ബാങ്കിൽ നൽകിയാലാണ് പണം ലഭിക്കുക. എന്നാൽ നിലവിൽ PRS ബാങ്ക് സ്വീകരിക്കുന്നില്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. അതിനാൽ കൊടുത്ത നെല്ലിന് സമയബന്ധിതമായി പണം ലഭിക്കുന്നില്ല എന്ന് കർഷകർ പരാതിപ്പെടുന്നു. ഞങ്ങൾക്ക് സപ്ലൈകോ മുഖാന്തരം നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് PRS ആണ് കിട്ടുക. PRS എന്ന് പറഞ്ഞിട്ട് റെസീറ്റാണ് കിട്ടുക. ആ റെസീറ്റ് ബാങ്കിൽ കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ കീഴ്വഴക്കം. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് ഡിലേ ആവാറുണ്ട്. ഇപ്രാവശ്യം ഇതുവരെയ്ക്കും ബാങ്ക് ഈ PRS വാങ്ങിച്ചിട്ട് പോലുമില്ല. നമ്മളിതിനെ കുറിച്ച് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ബാങ്ക് 1-2 നാഷണലൈസ്ഡ് ബാങ്കുകളെയാണ് ഇത് ഏൽപ്പിക്കാറുള്ളത്. അവരായിട്ട് ഈ പ്രാവശ്യത്തെ കരാർ അഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ അത് ഒപ്പുവെക്കാത്തതുകൊണ്ടാണ് ബാങ്കുകൾ നമ്മളുടെ PRS വാങ്ങിക്കാത്തതും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാത്തതും. നെല്ല് വിറ്റിട്ട് 2 മാസം കഴിഞ്ഞു. നെല്ല് നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും നമുക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതി കർഷകരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ്. ജില്ലയിലെ കോൾപ്പടവുകളിലെ വിളവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് നെല്ലിനുണ്ടായിട്ടുള്ള ഭാരക്കുറവ് കർഷക സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നത്. ചെറിയ ഏറ്റക്കുറച്ചിൽ എല്ലാ വർഷവും പതിവാണെങ്കിലും ഇത്തവണ അങ്ങനെയല്ല. സാധാരണ കിട്ടുന്ന നെല്ലിന്റെ പകുതി പോലും ഇത്തവണ കിട്ടിയില്ല. നെന്മണിക്ക് തൂക്കമില്ലാത്തതിനൊപ്പം വൻതോതിൽ പതിരും നിറഞ്ഞു. ഇതോടെ മില്ലുകൾ നെല്ലെടുക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് കർഷകർ പറയുന്നു. ജ്യോതി, മണിരത്ന എന്നീ നെല്ലിനങ്ങളാണ് വിളവിറക്കിയത്. മികച്ച വിളവ് പ്രതീക്ഷിച്ച് കൃഷിയിറക്കിയ കർഷകർക്ക് ലഭിച്ചത് നഷ്ടങ്ങൾ മാത്രമാണ്. ആദ്യത്തെ പ്രാവശ്യം നമുക്കിവിടെ വിത്ത് കിട്ടിയത് ജ്യോതി വിത്താണ്. അത് വിത്ത് പണിത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ ആ മഴയിൽ നമ്മുടെ മൊത്തം ഇവിടുത്തെ നട്ട നെല്ലെല്ലാം മുങ്ങിപ്പോയി. രണ്ടാമത്തെ നമ്മൾ ട്രാക്ടറും ഡില്ലറും കൊണ്ട് അടിച്ച് പൂട്ടി കമ്മിറ്റി പറഞ്ഞിട്ടാണ് മണിരത്നം വിത്തിട്ടത്. ആ മണിരക്തം ഇട്ട് വിത്ത് വിതച്ച് വന്നപ്പോൾ നമുക്ക് അതിനുള്ള വിളവും മണിരക്തം ചൂടും കൂടിയ കാരണം വിളവ് കിട്ടിയില്ല. അല്ലെങ്കിൽ അതിന് തീരെ തൂക്കമില്ല. ഗുണമേന്മ ഉറപ്പാക്കിയ ശേഷമേ വിത്ത് വിതരണം നടത്താവൂ എന്നാണ് കർഷകരുടെ ആവശ്യം. കാലാവസ്ഥാ മാറ്റവും വിളവിനെ ബാധിച്ചതായി കണക്ക് കൂട്ടുന്നുണ്ട്. ഇത് തൂക്കത്തെയും പോഷകമൂല്യത്തെയും ബാധിച്ചുവെന്ന് കർഷകർ പറയുന്നു. അമൃത ന്യൂസ്, തൃശൂർ.